നമസ്കാരം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും ക്രിസ്തുമസിനെ വരവേറ്റു. കരോളും ആശംസാ കാർഡുകളും പുൽക്കൂടുകളുമൊക്കെയായി നടന്ന ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചാണ് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി പിറവിയെടുത്ത ദൈവപുത്രനെ വിശ്വാസി സമൂഹം വരവേറ്റത്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് തടഞ്ഞതായി പരാതി. ഉച്ചഭാഷിണിക്ക് അനുമതിയില്ലെന്ന് പറഞ്ഞാണ് കരോൾ ഗാന പരിപാടി പോലീസ് മുടക്കിയതായി ആക്ഷേപം ഉയർന്നത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ആരോപണ വിധേയനായ SI അവധിയിൽ പ്രവേശിച്ചു. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കളഭാട്ടം വ്യാഴാഴ്ച. കോഴിക്കോട് സാമുദ്രി രാജയുടെ വഴിപാടായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. തിരുപ്പിറവി ആഘോഷമാക്കി നാട്. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും ക്രിസ്മസിനെ വരവേറ്റു. കരോളും ആശംസാ കാർഡുകളും പുൽക്കൂടുകളുമൊക്കെയായി നടന്ന ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചാണ് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി പിറവിയെടുത്ത ദൈവപുത്രനെ വിശ്വാസി സമൂഹം വരവേറ്റത്. മഞ്ഞുള്ള ഡിസംബറിൽ ലാളിത്യത്തിന്റെ പരമോന്നതാഖ്യാനമായി ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ലോകരക്ഷകനായി ഉണ്ണിയേശു പിറന്നതിന്റെ സ്മരണയിലാണ് ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. തിരുപ്പിറവിയുടെ സന്ദേശങ്ങൾ പകർന്ന് പള്ളികളിൽ പ്രത്യേക പാതിരാ കുർബാനയും തിരുകർമ്മങ്ങളും നടന്നു. മറ്റം സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവിയുടെ തിരുകർമ്മങ്ങൾക്ക് വികാരി ഡോക്ടർ ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി. സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, TK ജോയ്, CT ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. നക്ഷത്രവിളക്കും സാന്റോയും കേക്കും ഒരുക്കി ലോകത്തിനൊപ്പം മലയാളികളും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളോടെയാണ് പുണ്യദിനത്തെ വരവേറ്റത്. വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്രവെളിച്ചം നിറച്ച് വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നാണ് ലോകമൊന്നാകെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ആഘോഷത്തിന് വർണ്ണശോഭ നൽകി അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും പാട്ടുകളും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയുമാണ് ക്രിസ്മസ് ആഘോഷം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ആശംസിച്ചാണ് വിശ്വാസികൾ ക്രിസ്മസിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നത്. CCTV ന്യൂസ് കേച്ചേരി. ക്രിസ്മസ് ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. യേശുക്രിസ്തുവിന്റെ ജന്മദിനം മാനവികതയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങളാൽ മുഖരിതമാകട്ടെ എന്ന് ആശംസിച്ച മുഖ്യമന്ത്രി മതവിശ്വാസങ്ങളെ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള സങ്കുചിത ചിന്താഗതികളാക്കി പരിവർത്തനം ചെയ്യുന്ന വർഗീയ ശക്തികളെ കേരളത്തിന്റെ പടിക്ക് പുറത്ത് നിർത്താമെന്നും പറഞ്ഞു. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളും മുഖ്യമന്ത്രി സന്ദേശത്തിൽ പരാമർശിച്ചു. യുദ്ധങ്ങളും വംശഹത്യകളും വർഗീയ കലാപങ്ങളും ലോകമെങ്ങും മനുഷ്യജീവനുകൾ എടുക്കുമ്പോൾ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വചനത്തിൻ്റെ പ്രസക്തി ഏറുകയാണ്. നാടിൻ്റെ ആകെ നന്മയ്ക്കും പുരോഗതിക്കുമായി വരും തലമുറയുടെ ഭാവിക്കായി ഒത്തൊരുമയോടെ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പിക്കാം. പ്രത്യാശയും സന്തോഷവും ഓരോരുത്തരുടെയും മനസ്സിൽ നിറയട്ടെ. ഏവർക്കും ഹൃദയപൂർവ്വം ക്രിസ്മസ് ആശംസകൾ നേരുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ നേർചിത്രമായി മറ്റം സെന്ററിൽ ഓട്ടോ തൊഴിലാളികൾ ഒരുക്കിയ പുൽക്കൂട്. ദുരന്തത്തിൽ തകർന്ന വീടുകളും റോഡുകളും പട്ടാളക്കാർ നിർമ്മിച്ച ബെയിലി പാലവും ഉൾപ്പെടുത്തിയാണ് പുൽക്കൂട് സജ്ജമാക്കിയിട്ടുള്ളത്.
കണ്ടാണിശ്ശേരി പഞ്ചായത്ത് അംഗം ടിഒ ജോയ് ആനന്ദനെ പൊന്നാട അണിയിച്ച് ക്യാഷ് അവാർഡ് നൽകി. ചടങ്ങിനോടനുബന്ധിച്ച് കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ക്രിസ്തുമസ് ദിനത്തിൽ ലക്ഷ്മിക്ക് അപ്രതീക്ഷിത സമ്മാനം നൽകി കുട്ടി കരോൾ സംഘം. എരുമപ്പെട്ടി നെല്ലുവായ് തെക്കുമുറി വീട്ടിൽ 75 വയസ്സുള്ള അമ്മു എന്ന് വിളിക്കുന്ന ലക്ഷ്മിക്കാണ് നെല്ലുവായ് മുണ്ടൻകോട് പ്രദേശത്തെ കുട്ടികൾ നിത്യോപയോഗ സാധനങ്ങൾ സമ്മാനിച്ചത്. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി മുണ്ടൻകോട് നിന്നും 10 പേരടങ്ങുന്ന സംഘം കരോൾ നടത്തിയിരുന്നു. അശ്വജിത്ത്, അമൽകൃഷ്ണ, നീരജ്, നിരഞ്ജൻ, കാർത്തിക്, ശങ്കർദേവ്, അഗ്നിദേവ്, ഭവീൻ, അനൈക്, ഗൗതം കൃഷ്ണ, പ്രണത് എന്നീ കുഞ്ഞുമക്കളാണ് മാതാപിതാക്കളുടെ പിന്തുണയോടെ കരോൾ നടത്തിയത്. ലക്ഷ്മിയുടെ വീട്ടിലെത്തിയപ്പോൾ കരോൾ സംഘത്തിനോട് നൃത്തം ചെയ്യേണ്ടെന്നും നിങ്ങൾക്ക് തരാൻ കയ്യിൽ പണമില്ലെന്നും ലക്ഷ്മി അറിയിച്ചു. അത് സാരമില്ലെന്ന് പറഞ്ഞ കുട്ടികൾ ഇവിടെ പാട്ടുപാടി കളിച്ചു. വീടിന്റെ ദുരവസ്ഥയും സഹായിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് തങ്ങൾക്ക് അതുവരെ ലഭിച്ച പണം ലക്ഷ്മിക്ക് അവർ നൽകുകയും ചെയ്തു. കുട്ടികളുടെ സന്മനസ് കണ്ടറിഞ്ഞ ലക്ഷ്മിയമ്മ സന്തോഷം കൊണ്ട് ഇവരെ ചേർത്ത് പിടിച്ചു. പിന്നീട് അടുത്ത 2 ദിവസങ്ങളിൽ കരോൾ നടത്തി കിട്ടിയ തുകയും ഇവർ സ്വരൂപിച്ചു വെച്ച് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങി ക്രിസ്തുമസ് ദിനത്തിൽ ലക്ഷ്മിയുടെ വീട്ടിലെത്തി. പഞ്ചായത്ത് മെമ്പർമാരായ NP അജയൻ, സുമന സുഗതൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ ലക്ഷ്മിക്ക് കൈമാറി. ഈ നല്ല മനസ്സിനെ അഭിനന്ദിക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇന്നത്തെ ഈ ചെറിയ മക്കൾ ഈ കാലഘട്ടത്തിൽ വലിയ കളി സാധനങ്ങളോടൊക്കെ ആകർഷകമായി പോകുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ മനസ്സ് മറ്റുള്ളവരെ സഹായിക്കാനും അവരെ സാന്ത്വനിപ്പിക്കാനുമുള്ളൊരു മനസ്സിനെ കാണിച്ചത്. അത് കാണാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലൊരു ഒത്തുചേരൽ വിളിച്ചു ചേർത്ത് ഇവരെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചു കൂട്ടിയത്. ഈ കുഞ്ഞു മക്കൾ ഇവിടെ വന്ന കരോളിന് കിട്ടിയ തുക എൻ്റെ വാർഡിലുള്ള ലക്ഷ്മിയേച്ചിക്കാണ് കൊടുത്തത്. അത് കിട്ടി അവർ വീട്ടിൽ പോയി പറഞ്ഞ് വീട്ടിലെ അമ്മമാരായാൽ പോലും അവരുടെ ആ മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ പ്രദേശത്തെത്തി അവർക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം കുഞ്ഞുമക്കളും അമ്മമാരും വന്ന് നമ്മുടെ ലക്ഷ്മിയേച്ചിക്ക് നൽകുകയുണ്ടായി. എന്തായാലും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും എൻ്റെ വാർഡിൻ്റെ പേരിലും എൻ്റെ പേരിലും ഈ സന്തോഷവും അഭിമാനവും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് സമ്മാനമായി കേക്കും നൽകി. ലക്ഷ്മിയോടൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചാണ് സംഘം മടങ്ങിയത്. കുഞ്ഞുങ്ങളുടെ നല്ല മനസ്സിന് രക്ഷിതാക്കളും നാട്ടുകാരും അഭിനന്ദിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ജേക്കബിന്റെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പതിവ് തെറ്റിക്കാതെ ഇത്തവണയും തെരുവു മക്കളെത്തി. പാട്ടുപാടിയും കേക്ക് മുറിച്ചും വയറു നിറയെ കോഴി ബിരിയാണി കഴിച്ചും അവർ ആഘോഷം പൊടിപൊടിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്ന ക്രിസ്മസ് സന്ദേശം പ്രാവർത്തികമാക്കുകയാണ് ഗുരുവായൂർ സ്വദേശി CL ജേക്കബ്. കഴിഞ്ഞ 29 വർഷമായി തെരുവുമക്കൾക്കൊപ്പമാണ് ജേക്കബും കുടുംബവും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. തിരുപ്പിറവിയുടെ വരവറിയിച്ച് ജേക്കബിന്റെ വീട്ടുമുറ്റത്ത് കൊച്ചു പന്തലൊരുങ്ങും. വിവാഹ വീടിനെ അനുസ്മരിക്കും വിധം പാചകവും തുടങ്ങും. തെരുവിൽ കഴിയുന്നവരെ മുഴുവൻ വീട്ടിലേക്ക് ക്ഷണിക്കും. ഉച്ചയോടെ കേക്ക് മുറിക്കും. പിന്നെ പാട്ടും ആട്ടവും നടക്കുന്നതിനിടയിൽ വയറു നിറയെ ഭക്ഷണവും. വർഷത്തിൽ ഈയൊരു ദിവസം ഗുരുവായൂരിലും പരിസരത്തുമായി തെരുവിൽ കഴിയുന്നവർ മറക്കാതെ കൃത്യമായി ജേക്കബിന്റെ വീട്ടിലെത്തിയിരിക്കും. വൈകുന്നേരത്തോടെയാണ് പലപ്പോഴും ആഘോഷ പരിപാടികൾ അവസാനിക്കാറ്. 300ഓളം പേരാണ് ഇത്തവണ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തത്. ഏത് പ്രതിസന്ധിയിലും തളർന്നിരിക്കാതെ ജേക്കബ് തന്റെ കർത്തവ്യം നിറവേറ്റാറുണ്ട്. 2 തവണ അപകടം സംഭവിച്ച് വിശ്രമിക്കുന്ന സമയത്തും ജേക്കബ് ഈ പതിവ് തെറ്റിച്ചിട്ടില്ല. കോവിഡ് കാലത്ത് കൂടിച്ചേരലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നതിനാൽ ഭക്ഷണം തെരുവിലേക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ ഇഷ്ടം തന്നിലൂടെ നിറവേറുന്നുവെന്നതാണ് ഈ ആഘോഷ പരിപാടിയുടെ പുറകിലെ രഹസ്യമെന്നാണ് ജേക്കബിന്റെ ഭാഷ്യം. ജീവൻ ഉള്ളിടത്തോളം കാലം ഈ പാത പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നത് എന്നും ജേക്കബ് പറഞ്ഞു. ഇത് ദൈവത്തിൽ പരിപാലനയാണ്. കാരണം ഞാൻ 2 പ്രാവശ്യം എന്നെ ബൈക്കിടിച്ച് ഞാൻ കിടന്നിട്ട് പോലും തമ്പുരാൻ അത് ഭയങ്കരമായിട്ട് നടത്തിയത്. ഞാൻ കിടന്നിട്ട് പോലും തമ്പുരാൻ ഈ ക്രിസ്മസ് സദ്യ ഭംഗി നടത്തി. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ആ ഇഷ്ടമാണിത് നടക്കുന്നത്. നമ്മളൊന്നുമല്ല, നമ്മൾ വെറും ഒരു ഉപകരണമാണ്. പലരും ഇതിനു വേണ്ടി സഹായിക്കുന്നു, നമ്മൾ ഓടി നടക്കുന്നു. അങ്ങനെയാണ് ഈ ക്രിസ്മസ് സദ്യ
കൊണ്ടു നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഒരു കഴിവൊന്നുമല്ല, ദൈവത്തിൻ്റെ വലിയൊരു കഴിവാണ് ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ കാരണമായത്. അപ്പോൾ 29 കൊല്ലം ഇത് നീണ്ടു നിന്നു. ഇനി നമ്മളെ ജീവിതകാലം നമുക്ക് എന്തോരം ദീർഘായുസുണ്ട്, അല്ലെങ്കിൽ എന്തോരം കൈയും കാലിലൊക്കെ ആവുന്നുണ്ട്, അതുവരെ നമ്മൾ നടത്താനേ ഉദ്ദേശം. അപ്പോൾ തമ്പുരാൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ലിസിയും മക്കളായ ഇമ്മാനുവൽ, ദീന, സഹോദരൻ ജോബ് തുടങ്ങിയവരും ജേക്കബിന് കട്ട സപ്പോർട്ടാണ്. അയൽവാസികളും പരിപൂർണ പിന്തുണയാണ് ജേക്കബിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഫാദർ ആന്റണി കൊള്ളന്നൂർ കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ KPA റഷീദ്, പൊതുപ്രവർത്തകരായ PI സൈമൺ, PI ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. മറ്റ് വാർത്തകളിലേക്ക്. പാലയൂർ സെന്റ് തോമസ് മേജർ ആക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് തടഞ്ഞതായി പരാതി. ഉച്ചഭാഷിണിക്ക് അനുമതിയില്ലെന്ന് പറഞ്ഞാണ് കരോൾ ഗാന പരിപാടി പോലീസ് മുടക്കിയതായി ആക്ഷേപം ഉയർന്നത്. പള്ളിമുറ്റത്തെ വേദിയിലൊരുക്കിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയെറിയുമെന്ന് SI ഭീഷണിപ്പെടുത്തിയതായി ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു. സീറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പള്ളിയിൽ എത്തുന്നതിന് തൊട്ടുമുന്നേയായിരുന്നു പോലീസിന്റെ ഭീഷണി. പള്ളിയങ്കണത്തിൽ കരോൾ ഗാനം മൈക്കിൽ പാടരുതെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ചരിത്രത്തിലാദ്യമായാണ് പള്ളിയിൽ കരോൾ ഗാനം മുടങ്ങിയതെന്ന് ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു. കരോൾ മുടങ്ങിയതോടെ കമ്മിറ്റിക്കാർ സുരേഷ് ഗോപി MPയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. SIക്ക് ഫോൺ കൊടുക്കാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടെങ്കിലും SI സംസാരിക്കാൻ തയ്യാറായില്ല എന്നും ആരോപണമുണ്ട്. ശേഷം സുരേഷ് ഗോപി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചപ്പോഴും പോലീസ് കരോളിന് അനുമതി നൽകിയില്ല. ഇവിടെ നിന്നൊരു 200 അടി അകലെയാണ് റോഡ് തന്നെ. അത്രയും ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത സമയത്താണ് ചാവക്കാട് സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥൻ വന്ന് ഇത് ഇവിടെ നടത്താൻ പാടില്ല, മൈക്ക് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ വിലക്ക്. ഇത് ശരിക്ക് കേരളത്തിലെ എന്നല്ല ലോകത്തിലെ, അതായത് ഇന്ന് ഏറ്റവും വലിയ ക്രൈസ്തവർ ഇന്ന് വലിയൊരു സുദിനമായിട്ട് നിലകൊള്ളുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഈ ദിവസം തന്നെ ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ ഇന്ത്യയിലെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു പള്ളിയിൽ തന്നെ ക്രിസ്തുവിൻ്റെ ഈ ജന്മദിനം ആഘോഷിക്കാൻ തടസ്സപ്പെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു അവഹേളനം തന്നെയാണ്. അത് ഞങ്ങൾ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. CCTV ന്യൂസ്, ചാവക്കാട്. ക്രിസ്മസ് ആഘോഷം തടഞ്ഞ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM രംഗത്ത്. തൃശൂർ പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ SIക്കെതിരെ നടപടി വേണമെന്ന് CPM പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസാണ് SIക്കെതിരെ പ്രസ്താവനയിലൂടെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത്. SIയുടെ പള്ളിയിലെ ഇടപെടൽ അനാവശ്യമെന്ന് CPM അഭിപ്രായപ്പെട്ടു. SI വിജിത്തിനെതിരെ നടപടി വേണമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംഭവത്തിൽ SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ, CK തോമസ് എന്നിവർ പള്ളിയിൽ സന്ദർശനം നടത്തി. പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം പോലീസ് തടഞ്ഞതിൽ വ്യാപക പ്രതിഷേധം. വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ പള്ളി സന്ദർശിച്ചു. CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, SDPI, വെൽഫെയർ പാർട്ടി എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെത്തി ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴയെ സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് മടങ്ങിയത്. BJP സംസ്ഥാന ജില്ലാ നേതാക്കൾ വ്യാഴാഴ്ച പാലയൂരിലെത്തും. വിശ്വാസികൾ നടത്തിയ ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കിയ ചാവക്കാട് SI വിജിത് K വിജയനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉന്നതതല അന്വേഷണം നടത്തി പിന്നിലെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്ന് BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ കരോൾ ശുശ്രൂഷകൾ തടസ്സപ്പെട്ട സംഭവം പോലീസ് നടപടികൾ അതീവ നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണെന്ന് പാസ്റ്ററൽ കൌൺസിലും കത്തോലിക്ക കോൺഗ്രസും അതിരൂപതാ തല പ്രതിനിധി സംഘം തീർത്ഥകേന്ദ്രത്തിൽ സന്ദർശനം നടത്തി അഭിപ്രായപ്പെട്ടു. സീറോ മലബാർ സഭാ തലവനും മെത്രാപ്പോലിത്തയുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പാലയൂരിലുണ്ടായ പോലീസ് നടപടികളിൽ സഭയ്ക്ക് അതീവ ഉത്കണ്ഠയും വേദനയുമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലെ ചില കേന്ദ്രങ്ങളിലും ക്രിസ്മസ് ആഘോഷങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്ന ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായെന്നും അതിന് സമാനമായ പോലീസ് തന്നെ പ്രതിസ്ഥാനത്ത് വന്നത് പ്രതിഷേധാർഹമാണെന്നും പ്രതിനിധി സംഘം പറഞ്ഞു. സംഭവത്തിൽ സർക്കാർ നിലപാട് എന്താണെന്നറിയാൻ സഭാ നേതൃത്വത്തിന് ആകാംക്ഷയുണ്ട്. ശാന്തമായ അന്തരീക്ഷത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുതകുന്ന തരത്തിൽ പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും സംഘം ആവശ്യപ്പെട്ടു. ഈ കാര്യങ്ങൾക്ക് തടസ്സം നിന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ ഉണ്ടാകണം. മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം കാണാൻ സാധിക്കുന്നില്ല. കേരളത്തിൽ തന്നെ മറ്റ് പലയിടങ്ങളിലും
ഈ ക്രിസ്മസ് ദിനവുമായി ബന്ധപ്പെട്ട് അപസ്വരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സാമൂഹ്യ വിരുദ്ധർ എന്ന് വേണമെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. എല്ലാവരെയും നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയെ അധികരിച്ചിട്ടൊന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതിന്റെ പിറകിലൊക്കെ എന്തെങ്കിലും ഹിഡൻ അജണ്ടകളും ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനൊക്കെ എതിരെ ശബ്ദമുയർത്താനായിട്ട് ഈ തൃശ്ശൂർ അതിരൂപതയിലെ ആത്മായ വിശ്വാസികള് കത്തോലിക്ക കോൺഗ്രസിന്റെയും പാസ്റ്ററൽ കൗൺസിലിന്റെയും ഒക്കെ നേതൃത്വത്തില് സംഘടിച്ച് നമുക്ക് നമ്മുടെ സ്വരം, നമ്മുടെ എതിർപ്പ്, ഈ കാര്യത്തിലുള്ള എതിർപ്പ് അധികാരികളെ അറിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. വൈദികർ, പള്ളി ട്രസ്റ്റിമാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവരുമായി ചർച്ചകൾ നടത്തി. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, അഡ്വക്കേറ്റ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി വർഗീസ്, മുൻ പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി PI ലാസർ മാസ്റ്റർ, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ഭാരവാഹികളായ KC ഡേവിസ്, റോണി അഗസ്റ്റിൻ, ലീല വർഗീസ്, മേഴ്സി ജോയ്, ജോജു മഞ്ഞില തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. പാലയൂർ പള്ളി കൈക്കാരൻ PA ഹൈസൺ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത്, ജോയ്സി ആന്റണി എന്നിവരും സംബന്ധിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ SI അവധിയിൽ പ്രവേശിച്ചു. തൃശൂർ ചാവക്കാട് SI വിജിത്താണ് തന്റെ നടപടി വലിയ വിവാദമായതോടെ അവധിയിൽ പ്രവേശിച്ചത്. ശനിയാഴ്ച മുതൽ വിജിത്തിന് ശബരിമല ഡ്യൂട്ടിയാണ്. CPM അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നതിന് പിന്നാലെയാണ് വിജിത്ത് അവധിയിൽ പോയത്. പള്ളിയിൽ കരോൾ ഗാനാലാപനം മൈക്കിൽ നടത്തുന്നതാണ് SI തടഞ്ഞിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചു പോയതിനു പിന്നാലെ കരോൾ ഗാന പരിപാടി ഉപേക്ഷിച്ചതായി ഇടവക ട്രസ്റ്റി അംഗങ്ങൾ അറിയിച്ചു. പള്ളിയങ്കണത്തിന് പുറത്തേക്ക് പ്രദക്ഷിണമായി പോകുന്നതിനാണ് സാധാരണ മൈക്ക് പെർമിഷൻ എടുക്കാറുള്ളതെന്നും ഇടവകാംഗങ്ങൾ പറഞ്ഞു. പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷ പരിപാടിക്കിടയിലെ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ നിന്ന് തുടങ്ങിയ പ്രകടനം ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV യൂസഫ് അലിയുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AS സറൂഖ്, കോൺഗ്രസ് നേതാക്കളായ ഷോബി ഫ്രാൻസിസ്, KV ലാജുദ്ദീൻ, KS സന്ദീപ്, ES ഹുസൈൻ, അക്ബർ ചേറ്റുവ, രതീഷ് ഇരട്ടപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കല്ലഴിക്കുന്നിൽ ക്രിസ്മസ് കരോളിനിടെ സംഘർഷം. സ്ത്രീയും പെൺകുട്ടിയും ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. കല്ലഴിക്കുന്ന് സ്വദേശികളായ സുനിത, മകൻ 22 വയസ്സുള്ള ജിതിൻ, വിജീഷ്, മക്കളായ 17 വയസ്സുള്ള ആദിത്യൻ, 14 വയസ്സുള്ള അർച്ചന എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 9:30യോടെയായിരുന്നു സംഘർഷം. കരോളുമായി എത്തിയ സംഘം വീടുകയറി ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ വിജീഷ് പറഞ്ഞു. അതേസമയം കരോളുമായി പോവുകയായിരുന്ന തന്നെയും ഈ സമയം സംഭവസ്ഥലത്തുണ്ടായിരുന്ന മാതാവിനെയും വിജീഷും മക്കളും ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ജിതിനും പറഞ്ഞു. പരിക്കേറ്റ 5 പേരും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കളഭാട്ടം വ്യാഴാഴ്ച. കോഴിക്കോട് സാമുദ്രി രാജയുടെ വഴിപാടായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. മണ്ഡലം 1 മുതൽ 40 ദിവസം നടന്ന പഞ്ചഗവ്യാഭിഷേകത്തോടെ ചൈതന്യവത്തായി ബിംബത്തിൽ കളഭം നിറയുമ്പോൾ ദർശന സായുജ്യം തേടി ഭക്തസഹസ്രങ്ങൾ ക്ഷേത്രത്തിലെത്തും. എന്നും ഉച്ചപൂജയ്ക്ക് ഭഗവാന് കളഭം ചാർത്തുന്നുണ്ടെങ്കിലും മണ്ഡല സമാപന ദിനത്തിലുള്ള കളഭാട്ടം അതിവിശിഷ്ടവും പ്രസിദ്ധവുമാണ്. സാധാരണയേക്കാൾ ഇരട്ടി അനുപാതത്തിലാണ് ചന്ദനവും കുങ്കുമവും അഭിഷേകത്തിന് തയ്യാറാക്കുന്ന കളഭത്തിൽ ഉപയോഗിക്കുക. 40 ഉരുളയ്ക്കടുത്ത കളഭമാണ് കളഭാട്ടത്തിനായി വേണ്ടിവരിക. ഇതിന്റെ ഒരുക്കത്തിനായി ക്ഷേത്രം ഓദിക്കന്മാർ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തും. തന്ത്രിയാണ് രാവിലെ പൂജിച്ച കളഭം ഭഗവാന് അഭിഷേകം ചെയ്യുക. പിറ്റേന്ന് നിർമ്മാല്യ ദർശനം വരെ ഭഗവാൻ ഈ കളഭത്തിലാറാടെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും. ഭഗവാന് ആടിയ കളഭം ഭക്തർക്ക് വിതരണം ചെയ്യും. കളഭാട്ട ദിനത്തിലെ ഭഗവത് ദർശനത്തിനും പ്രത്യേകതകളേറെയുണ്ട്. ഉത്സവകാലത്ത് സഹസ്രകലശത്തിലൂടെ ഭഗവത് ചൈതന്യം വർദ്ധിക്കുമ്പോൾ മണ്ഡലകാലത്തെ പഞ്ചഗവ്യാഭിഷേകമാണ് ചൈതന്യ നികവേകുന്നത്. കളഭാട്ട ദിനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റേതാണ് ഉത്സവാഘോഷവും ചുറ്റുവിളക്കും. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും. വിശേഷാൽ എഴുന്നള്ളിപ്പുകൾക്ക് ഗജവീരന്മാരും മേളക്കൊഴുപ്പേകാൻ പ്രമാണിമാരും നിരക്കുമ്പോൾ ഗുരുവായൂരപ്പ സന്നിധി ഉത്സവ തിമിർപ്പിലാകും. ഉച്ചകഴിഞ്ഞ് പഞ്ചവാദ്യത്തോടെ കാഴ്ചശീവേലിയും സന്ധ്യയ്ക്ക് തായമ്പകയും രാത്രി മേളത്തോടെ വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടാകും. CCTV ന്യൂസ്, ഗുരുവായൂർ.
കുന്നംകുളം പട്ടാമ്പി റോഡിൽ ബുള്ളറ്റുകൾ കൂട്ടിയിടിച്ച അപകടം 2 പേർക്ക് പരിക്കേറ്റു. എരുമപ്പെട്ടി സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ 21 വയസ്സുള്ള ഹനൌ സ്റ്റാൻലി, കൊരട്ടി സ്വദേശി പഴയ വീട്ടിൽ അജീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 9:30 മേലേപ്പാറ പള്ളി ഇറക്കത്ത് വെച്ചായിരുന്നു അപകടം. കുന്നംകുളം നിന്ന് കൊരട്ടിക്കരയിലേക്ക് പോകുകയായിരുന്ന ബുള്ളറ്റും പാതയോരത്തെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് റോഡിലേക്ക് കയറുകയായിരുന്ന ബുള്ളറ്റും കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ട്രാഫിക് ആംബുലൻസ് പ്രവർത്തകർ ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ മതവിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ 6 പതിറ്റാണ്ട് നേതൃത്വം നൽകിയ പൗരപ്രമുഖനും 4 പതിറ്റാണ്ടോളമായി ചാലിശ്ശേരി മണ്ണാരപ്പറമ്പ് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റുമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഡോക്ടർ PS മുഹമ്മദ് കുട്ടി ഹാജി നിര്യാതനായി. 72 വയസ്സായിരുന്നു. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഖബറടക്കം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് മണ്ണാരപ്പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. അക്കിക്കാവ് PSM ഡെന്റൽ കോളേജ് ചെയർമാൻ, മണ്ണാരപ്പറമ്പ് മഹല്ല് പ്രസിഡന്റ്, മുസ്ലിം ലീഗ് ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി മുൻ പ്രസിഡന്റ്, മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ മുൻ അംഗം, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം, എടപ്പാൾ ദാറുൽ ഹിദായ എഡ്യൂക്കേഷൻ കോംപ്ലക്സ് മെമ്പർ, പൊന്നാനി മഊനത്തിൽ ഇസ്ലാം സഭ മെമ്പർ, ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജ് സ്ഥാപകൻ എന്നീ നിലകളിൽ പൊതുരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമാണ് വിടവാങ്ങിയത്. ഫാത്തിമ ഹുട്ടി ഹജ്ജുമ്മയാണ് ഭാര്യ. റിയാസ്, സാബിർ, അബ്ദുറഹ്മാൻ, അസീബ് അലി എന്നിവർ മക്കളാണ്. പറവൂരിൽ നടക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വടക്കേക്കാട് മേഖലാ കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. CPI ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ മുതിർന്ന അംഗം NK മണി പതാക ഉയർത്തി. കിസാൻ സഭ മേഖലാ പ്രസിഡന്റ് T ഭാസ്കരൻ, സെക്രട്ടറി ബിജു കണ്ടപ്പള്ളി, സുധീഷ് അമരായിൽ, KV ജിതേഷ്, മുഹമ്മദ് കുട്ടി അഞ്ഞൂർ തുടങ്ങിയവർ പങ്കെടുത്തു. SYS കേരള യുവജന സമ്മേളനം ഡിസംബർ 26 മുതൽ 29 വരെ ആമ്പല്ലൂർ നൂറുൽ ഉലമ നഗരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10,000 സ്ഥിരം പ്രതിനിധികളും പ്രതിദിനം 25,000 അതിഥി പ്രതിനിധികളും പങ്കെടുക്കും. 6 വേദികളിലായി നടക്കുന്ന സമ്മേളനം രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ വികസനത്തിനായുള്ള ക്രിയാത്മക ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളും പഠനങ്ങളും സംഘടിപ്പിക്കും. രാജ്യത്തെ മുസ്ലിം ജീവിതവും യുവാക്കളുടെ പുരോഗതിയും പ്രത്യേകമായി ചർച്ച ചെയ്യും. ഫ്യൂച്ചർ കേരള സമ്മിറ്റ്, നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഹിസ്റ്ററി ഇൻസൈറ്റ്, യങ് ഇന്ത്യ നാഷണൽ സെമിനോസിയം, സാംസ്കാരിക സംവാദങ്ങൾ എന്നീ ഉപസമ്മേളനങ്ങളും യുവത്വത്തിന്റെ വിദ്യാഭ്യാസ, തൊഴിൽ ഭാവിയും അവസരങ്ങളും പ്രമേയമാക്കി സംഘടിപ്പിക്കുന്ന എൻജൻ എക്സ്പോയും സമ്മേളനത്തിലെ സുപ്രധാന ഉള്ളടക്കമാകും. വിവിധ സെഷനുകളിലായി ദേശീയ അന്തർദേശീയ വ്യക്തിത്വങ്ങൾ, വിദഗ്ധർ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ, പണ്ഡിതന്മാർ എന്നിവർ സംബന്ധിക്കും. ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ നടന്നുവരുന്ന സംഘടനയുടെ പ്ലാറ്റിനം ഇയർ പരിപാടികളുടെ സമാപനമായാണ് കേരള യുവജന സമ്മേളനം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, പത്മശ്രീ ഡോക്ടർ MA യൂസഫ് അലി, മന്ത്രിമാരായ K രാജൻ, MB രാജേഷ്, V അബ്ദുറഹ്മാൻ, MP മാർ, MLA മാർ, മതപണ്ഡിതന്മാർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒരു മാസം മുമ്പ് നടത്തിയിരുന്ന മാനവ സഞ്ചാരം വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിരുന്നു. ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഈ കേരള യുവജന സമ്മേളനത്തോടു കൂടി സമാപിക്കുകയാണ്. എല്ലാവരെയും സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയും സമ്പൂർണമായ സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. CCTV ന്യൂസ് കേച്ചേരി. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടികൾക്ക് കുക്കർ വിതരണം ചെയ്തു. പഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കുക്കർ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NA ബാലചന്ദ്രൻ, ഷക്കീല ഷമീർ, നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി നരേന്ദ്രനാഥ്, ICDS സൂപ്പർവൈസർ സുരന്തി, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ NM ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. 50,000 രൂപ ഉപയോഗിച്ച് 24 അംഗൻവാടികൾക്കാണ് കുക്കർ വിതരണം ചെയ്തത്. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ 50-ാം വാർഷിക പെരുന്നാളിന്റെയും ബസേലിയോസ് ഗീവർഗീസ് കാതോലിക്ക ബാവയുടെ 61-ാം ഓർമ്മ പെരുന്നാളിന്റെയും കൊടിയേറ്റം നടന്നു. 25-ാം തീയതി ക്രിസ്മസ് ദിനത്തിൽ പുലർച്ചെ 2-ന് രാത്രി നമസ്കാരം, തുടർന്ന് തീജ്വാല ശുശ്രൂഷ, ശേഷം പ്രഭാത നമസ്കാരം എന്നിവ നടന്നു. കുന്നംകുളം ഭദ്രാസനത്തിലെ സീനിയർ വൈദികൻ
ജോസഫ് തോലത്ത് കോർ എപ്പിസ്കോപ്പ കൊടിയേറ്റി. കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഭദ്രാസന വൈദികരുടെ സഹകാർമ്മികത്വത്തിലും ശുശ്രൂഷകൾ നടക്കും. 2-ാം തീയതി രാവിലെ 7 മണിക്ക് നെപ്പൻസ് റോഡിലെ സെന്റ് മേരീസ് ചാപ്പലിൽ വിശുദ്ധ കുർബാന, രാത്രി 7-ന് പള്ളിയിൽ സന്ധ്യാനമസ്കാരം, തുടർന്ന് 7:45-ന് പ്രദക്ഷിണം, 8:30-ന് ശ്ലൈഹിക വാഴ്വ് എന്നിവ നടക്കും. 3-ാം തീയതി രാവിലെ 7:30-ന് പ്രഭാത നമസ്കാരം, 8:30-ന് അഭിവന്ദ്യ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, വൈകിട്ട് 5:30-ന് പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യ എന്നിവയും ഉണ്ടാകും. പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സഹവികാരി ഫാദർ ജോസഫ് ജോസ് കെ, കൈക്കാരൻ അരുൺ വിജോയ്, സെക്രട്ടറി പി സിഞ്ചു സജിൻ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കുന്നംകുളം. ടി കെ നമ്പീശൻ മാസ്റ്റർ 6ാം വാർഷികാനുസ്മരണ പൊതുയോഗം തയ്യൂർ സ്കൂൾ പരിസരത്ത് നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. തയ്യൂർ 3-ാം വാർഡ് മെമ്പർ വിമല നാരായണൻ അധ്യക്ഷയായി. CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗം KG ഗോപിനാഥൻ, CF ജോയ്, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി എന്നിവർ പങ്കെടുത്തു. KL ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കാർഷിക രംഗത്തും രാഷ്ട്രീയത്തിലും സാമൂഹിക സേവനങ്ങളിലും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന മികച്ച കർഷകനായ ബാലാജിയുടെ കൃഷിയിടം സന്ദർശിക്കുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത തിരുപ്പിറവി ദിനത്തിൽ കൊരട്ടിക്കരയിലെത്തി. രാവിലെ 10-ന് ഷെയർ ആൻഡ് കെയർ പ്രസിഡന്റ് ലബീബ് ഹസനും മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാറിനുമൊപ്പം എത്തിയ തിരുമേനിയെ ബാലാജിയും സഹധർമ്മിണി ഗിരിജയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പുരയിടത്തോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടം സന്ദർശിച്ചു. 6 ഏക്കറിലധികം വരുന്ന കൃഷിയിടത്തിൽ ഇപ്പോൾ പകുതിയോളം കൊയ്ത്തിനൊരുങ്ങി നിൽക്കുന്ന നെൽകൃഷിയാണ്. കൂടാതെ വിവിധതരം പച്ചക്കറികളും മത്സ്യക്കുളം, കോഴി വളർത്തൽ, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷികളും നേരിട്ട് കണ്ട് ബാലാജിയോട് ചോദിച്ചു മനസ്സിലാക്കി. കൃഷിക്കാവശ്യമായ ജൈവവളം, മണ്ണിര കമ്പോസ്റ്റ്, പശു വളർത്തലിലൂടെ ചാണകം തുടങ്ങിയ വളങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ശുദ്ധമായ വിഷരഹിത പച്ചക്കറികൾ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ബാലാജി പറഞ്ഞു. എല്ലാം വന്നുകണ്ട് മനസ്സിലാക്കുവിൻ എന്ന തിരുവചനത്തിൽ പറഞ്ഞതുപോലെ ബാലാജിയെക്കുറിച്ചും കൃഷിയിടത്തെക്കുറിച്ചും നിരവധി കേട്ടിട്ടുണ്ടെങ്കിലും നേരിൽ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം തിരുമേനി പങ്കുവച്ചു. ഈ വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളാണ്. ഇന്ന് ലോകം മുഴുവൻ യേശുദേവൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ്. അതിരാവിലെ അതിൻ്റെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞപ്പോൾ പ്രകൃതിയുമായിട്ടുള്ളൊരു ബന്ധം ഒരുപാട് നാളായിട്ട് ബാലാജിയുടെ കൃഷിസ്ഥലം വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നാണ് അതിനൊരു നമ്മുടെ നാടൻ രീതിയിൽ പറഞ്ഞാൽ നിമിത്തം ഉണ്ടായത്. ഇന്നാണ് ഇവിടെ തോട്ടം സൂക്ഷിക്കാതെ, കൃഷി ചെയ്യാതെ മണ്ണ് വെറുതെ ഇടുന്നത് പ്രകൃതിയോട് ചെയ്യുന്ന പാപമാണ്. ഇവിടെ മണ്ണിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ദർശനങ്ങൾ നമ്മൾ ഈ കൃഷിയിൽ ഒരുപാട് തിരിച്ചടികളുണ്ടാവും. ഇപ്പം കാലാവസ്ഥ വ്യതിയാനമൊക്കെ വന്നിട്ട് കർഷകർ ഇങ്ങനെ ഇപ്പോൾ ഒരു പ്രയാസം നേരിട്ടു. അത് കർഷകർക്ക് പ്രയാസമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ വരുന്നത് ഇതുപോലെ സന്ദർശനങ്ങളാണ്. അപ്പോൾ അതൊരു സന്ദർശനം വളരെയധികം നമുക്കിതിലൊരു ആവേശവും സന്തോഷമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വന്നിൽ നന്ദി രേഖപ്പെടുത്തുക. ചായ സൽക്കാരവും കഴിഞ്ഞ് ഉച്ചയോടെ മടങ്ങിയ തിരുമേനിയെ ഒരു കുട്ട വിഷരഹിത പച്ചക്കറിയും നൽകിയാണ് ബാലാജിയും സഹധർമ്മിണി ഗിരിജയും യാത്രയാക്കിയത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഗുരുവായൂർ ദേവസ്വത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ വഴിപാടുകാർക്ക് വേണ്ടി കരാറുകാരെ ഏൽപ്പിക്കാതെ ദേവസ്വം നേരിട്ട് നടത്തണമെന്ന് പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. വഴിപാടുകാർക്കു വേണ്ടി നിർമ്മാണ പ്രവൃത്തികൾ പുറമേ നിന്നുള്ള കരാറുകാരെ ഏൽപ്പിക്കുമ്പോൾ അഴിമതി ആരോപണം ഉയരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടണം. വേങ്ങാട് ഗോകുലത്തിൽ 143 കോടി രൂപ ചെലവിൽ ആധുനിക ഹൈടെക് ഡയറി പ്ലാന്റ് നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്നും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതുമാണെന്നും ക്ഷീരവികസന വകുപ്പിന്റെ റിപ്പോർട്ടിന്റെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് പദ്ധതി നിർത്തിവെക്കണം. മന്ത്രി നേരിൽ ആവശ്യപ്പെട്ടിട്ടും ദേവസ്വം പെൻഷൻകാരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിൽ സമ്മേളനം ദുഃഖം രേഖപ്പെടുത്തി. പ്രസിഡന്റ് B ഹരികൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. CV വിജയൻ, ശിവദാസ് മൂത്തേടത്ത്, മാധവൻ പൈക്കാട്ട്, PA അശോക് കുമാർ, M മോഹൻദാസ്, CP ശ്രീധരൻ, K ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി അങ്ങാടി സുരക്ഷാ ക്യാമറ നിരീക്ഷണത്തിൽ. ഇനി 24 മണിക്കൂറും പ്രദേശം നിരീക്ഷണ ക്യാമറയുടെ പരിധിയിലായിരിക്കും. പഴഞ്ഞി അങ്ങാടി കൂട്ടായ്മ, കുന്നംകുളം പോലീസ്, കാട്ടകാമ്പാൽ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആശയമായ സുരക്ഷിത ഗ്രാമം നാടിന്റെ നന്മ എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഓപ്പൺ ഐ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ പഴഞ്ഞി അങ്ങാടിയിലെ കൂടുതൽ പ്രദേശങ്ങൾ 24 മണിക്കൂറും സുരക്ഷാ ക്യാമറയുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തി.
2023 ജനുവരിയിൽ ആരംഭിച്ച ഈ പദ്ധതി ഗ്രാമത്തിന്റെ സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പാക്കാൻ സഹായകരമായ വിധം കാഴ്ചവെക്കുന്നതായി അണിയറ പ്രവർത്തകർ പറഞ്ഞു. കുന്നംകുളം SHO UK ഷാജഹാൻ പഴഞ്ഞി ഐനൂർ സെന്ററിൽ നടന്ന ചടങ്ങിൽ പുതിയ ക്യാമറകളുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. അങ്ങാടി കൂട്ടായ്മ പ്രസിഡന്റ് ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർമാരായ KT ഷാജൻ, പ്രമീള രാജൻ, പ്രവാസി പ്രതിനിധി സിലിൻ സൈമൺ, കൂട്ടായ്മ സെക്രട്ടറി ജോൺ ജോസ് മാസ്റ്റർ, കൺവീനർമാരായ വില്യം സുതുപ്പ, ബിനു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബിനോയ് ടി മാത്യു സ്വാഗതവും മിനി ഐപ്പ് നന്ദിയും പറഞ്ഞു. സുരക്ഷിത ഗ്രാമം എന്ന പ്രതിബദ്ധതയോടെ ഇനിയും നിരവധി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് അങ്ങാടി കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ദേശീയ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കർഷക തൊഴിലാളികളായ മുതിർന്ന വനിതകളെ പോർക്കുളം സേവാഭാരതി ആദരിച്ചു. അഗതിയൂർ താഴ്ത്തുവീട്ടിൽ കുഞ്ഞമ്മു, അഗതിയൂർ പാറയംപാടം റോഡിൽ ചക്കാലയ്ക്കൽ കമലാക്ഷി, അയ്യംപറമ്പ്, അഗതിയൂർ കൊല്ലംപറമ്പിൽ ശാന്ത, വരിയേത്തുപറമ്പിൽ കുഞ്ഞമ്മ എന്നീ കർഷക തൊഴിലാളികളായ അമ്മമാരെയാണ് വീടുകളിലെത്തി പൊന്നാട ചാർത്തി ആദരിച്ചത്. പോർക്കുളം സേവാഭാരതിയുടെ സേവാനിധിയിൽ നിന്ന് ഒരു വിഹിതവും ക്രിസ്മസ് കേക്കും പ്രവർത്തകർ സമ്മാനിച്ചു. പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ, ട്രഷറർ MA സുധേഷ്, കൺവീനർമാരായ KS പ്രദീപ്, ഷിജു PA എന്നിവർ സന്നിഹിതരായി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച നെല്ലാരി കുഞ്ഞയ്യപ്പൻ കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ് മുഖ്യാതിഥിയായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ KK ജയന്തി, രാജീവ് വേണു, PK ആസീസ്, ശരത് രാമനുണ്ണി, ഷീമ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 6,60,000 രൂപ ഉപയോഗപ്പെടുത്തി 140 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച കോൺക്രീറ്റ് റോഡാണ് നാടിന് സമർപ്പിച്ചത്. കേരളോത്സവത്തിന്റെ ജില്ലാതല മത്സരങ്ങൾ ഡിസംബർ 26 മുതൽ 29 വരെ കുന്നംകുളത്തും തൃശൂരും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിലെ കലാമത്സരങ്ങൾ തൃശൂർ നഗരത്തിലെ വിവിധ വേദികളിലും കായിക മത്സരങ്ങൾ കുന്നംകുളം അന്താരാഷ്ട്ര സിന്തറ്റിക് ഗ്രൗണ്ടിലും സമീപത്തെ മറ്റു വേദികളിലുമായാണ് സംഘടിപ്പിക്കുക. ബ്ലോക്ക് തലത്തിൽ നിന്നും നഗരസഭകളിൽ നിന്നും വിജയികളായി എത്തുന്ന 5000-ഓളം മത്സരാർത്ഥികൾ പങ്കാളികളാകും. മത്സരങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം സീനിയർ ഗ്രൗണ്ടിൽ വ്യാഴാഴ്ച രാവിലെ 9:30 ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു നിർവഹിക്കും. AC മൊയ്തീൻ MLA അധ്യക്ഷനും K. രാധാകൃഷ്ണൻ MP, അർജുൻ പാണ്ഡ്യൻ IAS, CV പാപ്പച്ചൻ, ജോപോൾ അഞ്ചേരി തുടങ്ങിയവർ മുഖ്യാതിഥികളുമാകും. ഞായറാഴ്ച തൃശൂരിൽ നടക്കുന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ റഹീം വീട്ടിപ്പറമ്പിൽ, CT സബിത, സീതാ രവീന്ദ്രൻ, AV വല്ലഭൻ, സൗമ്യ അനിലൻ, PI ഷബീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26-ാം തീയതി കുന്നംകുളം വെച്ചിട്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ബിന്ദു ടീച്ചറാണ്. അധ്യക്ഷൻ AC മൊയ്തീൻ, ബഹുമാനപ്പെട്ട MLA, സ്വാഗതം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പോലീസ്, മുഖ്യാതിഥികളായിട്ട് നമ്മുടെ ചെയർപേഴ്സൺ അടക്കമുള്ള ആൾക്കാരുണ്ട്. CCTV ന്യൂസ്, കുന്നംകുളം. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ പ്രധാന പെരുന്നാളായ മാതാവിന്റെ പുകഴ്ച പെരുന്നാളിന്റെ ഭാഗമായി കൊങ്ങണൂർ ഭട്ടിമുറി ബ്രദേഴ്സ് പെരുന്നാൾ ആഘോഷ കമ്മിറ്റി അരിയും കേക്കും വിതരണം ചെയ്തു. തുടർച്ചയായി 14ാം വർഷമാണ് മാതാവിന്റെ പെരുന്നാളിനും കൊടിയഞ്ചിറ പൂരത്തിനും ജാതിമത രാഷ്ട്രീയത്തിനതീതമായി ആഘോഷങ്ങളിൽ ബ്രദേഴ്സ് നിറസാന്നിധ്യമാകുന്നത്. പുകഴ്ച പെരുന്നാൾ തലേന്ന് അർഹരായവർക്ക് അരിയും കേക്കും വിതരണം ചെയ്തു. അരി വിതരണത്തിന്റെ ഉദ്ഘാടനം ആധ്യാത്മിക പ്രഭാഷകൻ പ്രസാദ് പുളിക്കലും കേക്ക് വിതരണം ഇടവക വികാരി ഫാദർ സജി കോളങ്ങാട്ടിലും നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തിയ കൂപ്പൺ വിതരണത്തിന്റെ നറുക്കെടുപ്പ് കരിക്കാട് ജുമാ മസ്ജിദ് ഉപദേശക സമിതി അംഗം അബു മുസ്ലിയാർ നിർവഹിച്ചു. ചടങ്ങിൽ BDS പരീക്ഷയിൽ KUHS യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2ാം റാങ്ക് കരസ്ഥമാക്കിയ KB ബിൻഷയെ ഉപഹാരം നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ ബിന്ദു ധർമ്മൻ, ബ്രദേഴ്സ് പ്രസിഡന്റ് PG സനൂപ, യൂത്ത് കോർഡിനേറ്റർ CG ജോബി തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്മസ് ആഘോഷ നിറവിൽ നാട്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും തിരുപ്പിറവി ശുശ്രൂഷകളും നടന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം പാറയിൽ പള്ളിയിൽ വൈദികൻ ജോസഫ് തോലത്ത് കോർ എപ്പിസ്കോപ്പയും ശുശ്രൂഷകരും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. എപ്പിസ്കോപ്പ ക്രിസ്മസ് സന്ദേശം നൽകി. ജനന പെരുന്നാളിന്റെ ഭാഗമായി തീജ്വാല ശുശ്രൂഷയും ഉണ്ടായിരുന്നു. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു.
കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിലെ പ്രഭാത നടത്തക്കാരുടെ സംഘടനയായ വാക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. ഗ്രൗണ്ടിൽ ഒത്തുകൂടി കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. വൈശ്ശേരി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് റവറന്റ് ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. പുലർച്ചെ 2:30 നമസ്കാരവും തീജ്വാല ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും ഉണ്ടായി. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. മറ്റൻ സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ബത്ലഹേം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷത്തിന്റെ ഭാഗമായി സെന്റ് തോമസ് സ്ക്വയറിൽ നാനോ പുൽക്കൂട് മത്സരം, സെൽഫി വിത്ത് സാൻഡോ, മ്യൂസിക് കോർണർ, ദീപവിതാനം എന്നിവ ഒരുക്കിയിരുന്നു. ഇടവക വികാരി ഫാദർ ഷാജു ഊക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. സീനിയർ CLC യൂണിറ്റ് പ്രസിഡന്റ് MV ജസ്റ്റിൻ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, ട്രസ്റ്റി PA സ്റ്റീഫൻ, സീനിയർ CLC കൺവീനർ EJ ജോബി എന്നിവർ സംസാരിച്ചു. 23 അടി ഉയരമുള്ള ക്രിസ്മസ് പാപ്പ, 20 നാനോ പുൽക്കൂടുകൾ എന്നിവ ബത്ലഹേം 2024 ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കൊച്ചന്നൂർ കൊച്ചനംകുളം കുളിക്കമ്പനിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ചു. വടക്കേക്കാട് കൊച്ചനംകുളം കുളിക്കമ്പനിയുടെ 5ാം സീസണിലെ 200ാം ദിവസവും ക്രിസ്മസ് ആഘോഷം നടത്തി. കേക്ക് വിതരണം ചെയ്തും ചായ കുടിച്ചും കുളത്തിൽ നീരാടിയുമാണ് ആഘോഷിച്ചത്. പരിശീലകരായ അഷ്റഫ് പേങ്ങാട്ടയിൽ, പുലിസ് സലാം, ബിജു കണ്ടംപുള്ളി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നക്ഷത്ര ദീപാലങ്കാര മത്സരവും കരോൾ ഗാന മത്സരവും നടത്തി. KCYM സംഘടനയുടെ കരോൾ വാഹനയാത്രയും ഉണ്ടായിരുന്നു. തിരുപ്പിറവി കർമ്മങ്ങളും തുടർന്ന് കേക്ക് വിതരണവും ഉണ്ടായി. BJP പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ആൽത്തറ TV വിനോദിനിയമ്മ മന്ദിരത്തിൽ പഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ ഇന്ദിര പ്രഭുലൻ കേക്ക് മുറിച്ചു. എല്ലാ ക്രിസ്ത്യൻ വീടുകളിലും സ്നേഹയാത്ര നടത്തി. BJP പുന്നേർകുളം ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് TK ലക്ഷ്മണൻ, BJP ഗുരുവായൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാജി തൃപ്പറ്റ്, KC രാജു, മണ്ഡലം സെക്രട്ടറിമാർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ ക്രിസ്മസ് സന്ദേശം നൽകി. കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൌൺസിൽ അംഗങ്ങളുടെ ലഘുനാടകവും മതബോധന വിദ്യാർത്ഥികളുടെ ബോൺ നതാലയുമുണ്ടായിരുന്നു. തുടർന്ന് കേക്ക് വിതരണവും നടന്നു. കൈക്കാരന്മാരായ MK ജോൺസൺ, TS ജെയ്സൺ, MV ഷാൻഡോ, TO ഷൈജു എന്നിവർ നേതൃത്വം നൽകി. CLC, KCYM, ആൾട്ടർ ബോയ്സ് എന്നീ സംഘടനകൾ ഒരുക്കിയ ക്രിസ്മസ് ദൃശ്യങ്ങൾ ആഘോഷ പരിപാടികൾ വർണ്ണാഭമാക്കി. സീറോ മലബാർ സഭയുടെ ശ്രേഷ്ഠ ഇടയൻ പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെത്തി പിറവി തിരുനാളിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സീറോ മലബാർ സഭ തലവൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പാലൂർ ദേവാലയത്തിൽ ഇടവക സമൂഹത്തിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി. 11:30 ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് ആരംഭം കുറിച്ചു. തിരുകർമ്മങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡേവിസ് കണ്ണമ്പുഴ, ഫാദർ ഡെറിൻ ആറ്റുംപൂർ, സെന്റ് ഫ്രാൻസിസ് ആശ്രമം ഇൻചാർജ് ഫാദർ ആന്റണി അരോധ എന്നിവർ സഹകാർമ്മികരായി. പാലയൂർ ഇടവകയിലെ യുവജന സംഘടനയായ KCYM പാലയൂരിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ക്രിസ്മസ് ലാൻഡും കാണികൾക്കായി തുറന്നു. തുടർന്ന് നോമ്പുവീടൽ സ്നേഹവിരുന്നുമുണ്ടായി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, ചാക്കോ പുലിക്കോട്ടിൽ, ഹൈസൺ PA, പ്രോഗ്രാം കൺവീനർ KJ പോൾ, സെക്രട്ടറിമാരായ ബിനു താണിക്കൽ, ബിജു മുട്ടത്ത്, PRO ജെഫിൻ ജോണി, വിവിധ ഭക്ത സംഘടനാ ഭാരവാഹികൾ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം CSI സെന്റ് പോൾസ് പള്ളിയിൽ ഇടവക ഗായക സംഘത്തിന്റെ കരോൾ ഗാനവും സൺഡേ സ്കൂൾ കുട്ടികളുടെയും സ്ത്രീ ജനസംഖ്യ സംഘങ്ങളുടെയും കരോൾ ഗാനസന്ധ്യയും അരങ്ങേറി. ആർത്താറ്റ് മാർത്തോമ ഇടവക വികാരി കോശി കുര്യൻ കരോൾ സന്ദേശം നൽകി. മുൻ വികാരി PG തോംസൺ, വികാരി CK ഷിബുമോൻ, ചർച്ച് വർക്കർ KJ ജോൺസൺ എന്നിവർ ആശംസകൾ നേർന്നു. വർഷങ്ങളായി ഇടവക ഗായക സംഘത്തിന്റെ പരിശീലകനും ഓർഗനൈസറുമായി പ്രവർത്തിച്ചു വന്നിരുന്ന ബെന്നി എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് കരോൾ ഗാനസന്ധ്യ അരങ്ങേറിയത്. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ സന്ധ്യാ നമസ്കാരവും പ്രദക്ഷിണം, തീജ്വാല ശുശ്രൂഷ, സ്ലീബാഘോഷം, ശേഷം പ്രഭാത നമസ്കാരവും നടന്നു. വിശുദ്ധ കുർബാനയും ആശീർവാദവും ഉണ്ടായി. വിശ്വാസികൾക്കായി നോമ്പുവീടലിന്റെ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. ശുശ്രൂഷകൾക്ക് ഫാദർ VM ശാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. മങ്ങാട് സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന ക്രിസ്മസ് തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ഫാദർ ഫ്രാൻസിസ് കൂത്തൂർ കാർമ്മികനായി. ഡീക്കൻ ജിജോ തറയിൽ സന്ദേശം നൽകി. കരോൾ ഗാന മത്സരം നടന്നു. പുൽക്കൂടുകളും വൈദ്യുത ദീപാലങ്കാരങ്ങളും ആഘോഷം വർണ്ണാഭമാക്കി. കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, ജോസ് മണ്ടുമ്പാൽ, ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി.
ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഒരുക്കിയ 22 അടി ഉയരമുള്ള സാന്റാക്ലോസ് ആകർഷകമായി. ദേവാലയത്തിലെ സീനിയർ CLC യൂണിറ്റാണ് സെന്റ് തോമസ് സ്ക്വയറിൽ സാന്റാക്ലോസിന്റെ കൂറ്റൻ ശില്പം ഒരുക്കിയിട്ടുള്ളത്. മറ്റം സ്വദേശി സിബി താണിക്കലാണ് സാന്റോക്ലോസിന്റെ ശില്പം തയ്യാറാക്കിയത്. മുൻപും വ്യത്യസ്തമായ നിരവധി ശില്പങ്ങൾ ഒരുക്കിയിട്ടുള്ള സിബിയെ സാന്റയുടെ ശില്പം നിർമ്മിക്കാൻ സീനിയർ CLC ഏൽപ്പിക്കുകയായിരുന്നു. ന്യൂസ് പേപ്പർ, മൈദ, കാർഡ്ബോർഡ്, വൈക്കോൽ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ശില്പം ഒരുക്കിയിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാര്യയും മക്കളും സഹായത്തിനുണ്ടായിരുന്നു. ഏകദേശം 10 ദിവസമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത്. നിർമ്മാണത്തിനിടെ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ശില്പികളും ചിത്രകാരന്മാരുമായ വാഗ സ്വദേശികളായ ഇരട്ട സഹോദരന്മാർ ആദിന്റെയും സൂര്യന്റെയും സഹായത്തോടെയാണ് സിബി സാന്റോയുടെ ശില്പനിർമ്മാണം പൂർത്തീകരിച്ചത്. ക്രിസ്തുമസ് ദിനത്തിൽ ദേവാലയത്തിലെത്തിയ വിശ്വാസികൾക്ക് സാന്റാ ശില്പം പുതിയ അനുഭവമായി. 22 അടി ഉയരമുള്ള സാന്റ മറ്റം ഇടവകയിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ അടയാളമായി മാറി. ഈ പാപ്പയുടെ രൂപം ഉണ്ടാക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ സന്തോഷവാനാണ്. ഇത് ചെയ്തിരിക്കുന്നത് ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ മൈദമാവ്, അട്ടപ്പെട്ടികൾ, വൈക്കോല് എന്നീ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് ഞാൻ ഒരു 10 ദിവസത്തോളം എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ മക്കളും ഭാര്യയും എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായ ആര്യനും സൂര്യനും ഇത് ചെയ്തു തീർക്കാനായിട്ട് എന്നെ സഹായിക്കുന്നുണ്ടായി. കാരണം എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ അസ്വസ്ഥത ഉണ്ടാവുകയും വയ്യാണ്ടാവുകയൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ ആര്യനും സൂര്യനും വിളിച്ചിട്ടാണ് ഇത് പൂർത്തീകരിച്ചത്. വേലൂർ RMS ബഡ്ഡീസിന്റെ രണ്ടാമത് പുൽക്കൂട് ശ്രദ്ധേയമായി. ജാതിമതഭേദമന്യേ RMS നിവാസികളും RMS ബഡ്ഡീസും ചേർന്ന് 1 മാസക്കാലമെടുത്താണ് പുൽക്കൂട് ഒരുക്കിയത്. വേലൂർ ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ പഴയടത്ത് കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 12ാം വാർഡ് മെമ്പർ CD സൈമൺ, RMS ബഡ്ഡീസ് പ്രസിഡന്റ് സേവി തലക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയോടുകൂടി തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് തുടക്കമായി. താരാപ്രാർത്ഥന, പാതിരാപ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം തീജ്വാല ശുശ്രൂഷയ്ക്കായി വൈദികരും മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും പ്രദക്ഷിണമായി ചാപ്പലിന് മുന്നിലുള്ള പ്രത്യേകം ഒരുക്കിയ തീജ്വാലയ്ക്ക് മുന്നിലെത്തി. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി കുരിശുകളേന്തിയും കത്തിച്ച മെഴുകുതിരികളുമായും വിശ്വാസികൾ പ്രദക്ഷിണം നടത്തി. പഴഞ്ഞി പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഫാദർ പീറ്റർ കാക്കശ്ശേരി ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. തീജ്വാല ശുശ്രൂഷ, കുർബാന, പ്രദക്ഷിണം, ഭക്ഷണ വിതരണവുമുണ്ടായി. ട്രസ്റ്റി ഗീവർ കെ സൈമൺ, സെക്രട്ടറി CB റിൻസ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ട്രസ്റ്റിമാരായ ജിഷോ S പുത്തൂർ, ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത്, ആൻഡോ L പുത്തൂർ, സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. ബോൺ നത്താലയും ഉണ്ടായിരുന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കല്ലുംപുറം സെന്റ് ജോർജ് പള്ളിയിൽ യേശുക്രിസ്തുവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് പുലർച്ചെ 3:30 തീജ്വാല ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും ഇടവക വികാരി ഫാദർ അപ്രേം അന്തിക്കാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് ക്രിസ്മസ് സന്ദേശം നൽകി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഇടവക സെക്രട്ടറി PC ഡേവിഡ്, ട്രഷറർ PC സൈമൺ, കമ്മിറ്റി അംഗങ്ങൾ, കൌൺസിൽ അംഗങ്ങൾ, മീഡിയ കൺവീനർ എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ 27-ന് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടക്കുന്ന ഉപവാസ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പുന്നേർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമം നടത്തി. തൃശൂർ മെഡിക്കൽ കോളേജിനോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും നിരന്തര അവഗണനയ്ക്കുമെതിരെ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി, അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉപവാസ സമരം നടത്തുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PP ബാബു അധ്യക്ഷനായി. സീനിയർ നേതാവും ബാങ്ക് പ്രസിഡന്റുമായ P ഗോപാലൻ, DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ, P രാജൻ, സലീൽ അറയ്ക്കൽ, മുതിർന്ന നേതാക്കളായ P രാമദാസ്, ജോ മുഹമ്മദ് ഉണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന ക്യാമ്പിൽ ക്വിസ് മത്സരം നടന്നു. യുവ 2024 എന്ന പേരിൽ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി നടന്ന മത്സരത്തിൽ മുൻ പ്രിൻസിപ്പാൾ P രാധാകൃഷ്ണൻ മാസ്റ്റർ ക്വിസ് മാസ്റ്ററായി. ഉൽപ്പന്ന നിർമ്മാണം, അടുക്കളത്തോട്ട നിർമ്മാണം, ഡിജിറ്റൽ ലിറ്ററസി, അങ്കണവാടി നവീകരണം, സൈബർ ക്വിസ്, ഫ്ലാഷ് മോബ് പരിശീലനം, തെരുവ് നാടകാവതരണം തുടങ്ങിയ പരിപാടികളും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. അനിൽ രാധാകൃഷ്ണൻ, ഉഷ പ്രഭുകുമാർ, CF ജോൺ ജോഫി, രമാരാജൻ, PV വേണുഗോപാലൻ, CS സുധീഷ് കുമാർ എന്നിവർ വിവിധ സെഷനുകളിൽ കുട്ടികളുമായി സംവദിച്ചു. ക്യാമ്പ് വ്യാഴാഴ്ച സമാപിക്കും. NSS കോർഡിനേറ്റർ സനോജ് കുമാർ, P ദീപ, ഹീര ടീച്ചർ, KR ദീപ എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്.
കൊച്ചന്നൂർ സ്വദേശി സലൂം അബ്ദുൾ കരീം എഴുതി മാൻകൈൻഡ് ലിറ്ററേച്ചർ പ്രസിദ്ധീകരിച്ച മരണപ്രാക്ക് എന്ന നോവലിന്റെ പ്രകാശനം നടന്നു. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നോവലിസ്റ്റ് അനിൽ ദേവസയിൽ നിന്നും ഡോക്ടർ എലൈൻ സ്വീകരിച്ച് പ്രകാശനം നിർവഹിച്ചു. ക്രൈസ്റ്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഷഹന കെ.എം പുസ്തകം പരിചയപ്പെടുത്തി. പ്രസാധകരായ മാൻകൈൻഡ് ലിറ്ററേച്ചർ ഒരുക്കിയ വേദിയിൽ സായുജ് മാൻകൈൻഡ്, അനിൽ ദേവസി, ഡോക്ടർ എലൈൻ എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരന്റെ മറുപടി പ്രസംഗത്തോടെ ചടങ്ങിന് സമാപനമായി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 125ാം വാർഷികത്തോടനുബന്ധിച്ച് OSAയുടെ നേതൃത്വത്തിൽ പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നു. സ്മൃതി മധുരം എന്ന ശീർഷകത്തിൽ ഡിസംബർ 29 നടത്തുന്ന സംഗമം രാവിലെ 10:30 കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. OSA പ്രസിഡന്റ് അമൽനാഥ് കടാംപുള്ളി അധ്യക്ഷനാകും. കുന്നംകുളം പോലീസ് ഇൻസ്പെക്ടർ UK ഷാജഹാൻ മുഖ്യാതിഥിയാകും. പൂർവാധ്യാപകരെയും 1 മുതൽ +2 വരെ തുടർച്ചയായി ഗേൾസ് സ്കൂളിൽ പഠിച്ചവരെയും ചടങ്ങിൽ ആദരിക്കും. വിവിധ കലാപരിപാടികളും അരങ്ങേറും. NSSന്റെ സപ്തദിന സഹവാസ ക്യാമ്പിലെ ലഹരിവിരുദ്ധ പ്രവർത്തനമായ കൂട്ടുകൂടി നാടുകാക്കാം എന്നതിന്റെ ഭാഗമായി മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ NSS വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള ലഘുലേഖകൾ വിതരണം ചെയ്തു. പൊതുകിണർ വൃത്തിയാക്കി, പെയിന്റ് അടിച്ച് ലഹരിക്കെതിരെ വചനങ്ങൾ എഴുതി. എക്സൈസ് ഇൻസ്പെക്ടർ ലത്തീഫ്, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിനീത എന്നിവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ ഛായാചിത്രം പെൻസിൽ കൊണ്ട് വരച്ച അനാമിക ലിജീഷിന് കടങ്ങോട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തട മൊമന്റെയും ബൂത്ത് ഭാരവാഹി PG രാജൻ ക്രിസ്മസ് സമ്മാനവും നൽകി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, ബ്ലോക്ക് സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ, INTUC ബ്ലോക്ക് ഭാരവാഹി MS അഷ്റഫ്, കോൺഗ്രസ് പ്രവർത്തകരായ അനീസ്, മുഹമ്മദ് അലി, ശിവരാമൻ, മോനുക്ക എന്നിവർ സംസാരിച്ചു. വയോജനങ്ങൾക്ക് PMJAY പദ്ധതി പ്രകാരം ലഭിക്കുന്ന സൗജന്യ ചികിത്സയ്ക്കായി ചിറയ്ക്കൽ യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ ഇൻഷുറൻസ് കാർഡ് തിരഞ്ഞെടുത്തവർക്കായി എടുത്തു നൽകി. കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗം MS മണികണ്ഠൻ കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി ഷമീർ ഇഞ്ചിക്കാലയിൽ, യൂത്ത് കെയർ ഭാരവാഹികളായ റിയാസ് മാമ്പുള്ളി, ഫൈസൽ, നിഹാൽ, ശ്രാവൺ, മുഹമ്മദ് റിസാലിൻ എന്നിവർ നേതൃത്വം നൽകി. MBBSന് യോഗ്യത നേടിയ കരിക്കാട് ഹരിദാസ് മകൻ ഉദിത് K ഹരിദാസിനെ STPI കരിക്കാട് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റാഫി താഴ്ത്തേതിൽ മൊമന്റോ സമ്മാനിച്ചു. പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി CK ഷറഫുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി AS അദ്നാൻ, ബ്രാഞ്ച് പ്രസിഡന്റ് ഷെരീഫ് ആലുങ്ങൽ, ബ്രാഞ്ച് സെക്രട്ടറി ഷമീർ, വൈസ് പ്രസിഡന്റ് സാലി എന്നിവർ പങ്കെടുത്തു. ചരമം FCI റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചൊവ്വന്നൂർ മണ്ടുമ്പാൽ വീട്ടിൽ ചാക്കോ ഭാര്യ കുഞ്ഞമ്മ നിര്യാതയായി. 77 വയസ്സായിരുന്നു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപികയാണ് പരേത. വില്യം, എലിസബത്ത്, ഷേബ എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 കുന്നംകുളം വീനാഗേൽ ബറിയൽ ഗാർഡൻ സെമിത്തേരിയിൽ നടക്കും. പുന്നയൂർ അകലാട് ബദർ പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന സ്റ്റാർ മിച്ചർ ഉടമ കോഞ്ചാടത്ത് ജലീൽ നിര്യാതനായി. 71 വയസ്സായിരുന്നു. ഖബറടക്കം നടന്നു. ലൈലയാണ് ഭാര്യ. അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് അസ്ഹറുദ്ദീൻ, ജസീല, ലജീന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങും ക്രിസ്തുമസിനെ വരവേറ്റു. കരോളും ആശംസാ കാർഡുകളും പുൽക്കൂടുകളുമൊക്കെയായി നടന്ന ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചാണ് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി പിറവിയെടുത്ത ദൈവപുത്രനെ വിശ്വാസി സമൂഹം വരവേറ്റത്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് തടഞ്ഞതായി പരാതി. ഉച്ചഭാഷിണിക്ക് അനുമതിയില്ലെന്ന് പറഞ്ഞാണ് കരോൾ ഗാന പരിപാടി പോലീസ് മുടക്കിയതായി ആക്ഷേപം ഉയർന്നത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ആരോപണ വിധേയനായ SI അവധിയിൽ പ്രവേശിച്ചു. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കളഭാട്ടം വ്യാഴാഴ്ച. കോഴിക്കോട് സാമുദ്രി രാജയുടെ വഴിപാടായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.